മരട് ഫ്ളാറ്റ് വിഷയത്തിൽ സുപ്രീം കോടതിയുടേത് കണ്ണിൽ ചോരയില്ലാത്ത നടപടിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കുടിയൊഴിപ്പിക്കുന്നവരുടെ കൂടെയാണ് സർക്കാരെന്നും കോടിയേരി പറഞ്ഞു. ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ ഇടപെട്ട് പരിഹരിച്ച അവസ്ഥ അനുഭവം ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിലും ഒരു പരിഹാരം നമുക്ക് കാണണം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരില്ല, നിങ്ങളുടെ കൂടെ സമൂഹമുണ്ട് എന്നതാണ് ഇന്ന് പ്രഖ്യാപിക്കുന്ന ഐക്യദാർഢ്യത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളത്. ആർക്കും അവരുടെ കൃത്യമായിട്ട് ജോലി നിർവഹിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ഒരു അങ്കലാപ്പിലാണ് ഇവിടെ താമസക്കാരിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കുക, ഒന്നിച്ചു നിന്ന് ഈ പ്രശ്നത്തിൽ സമീപിക്കുക എന്നതായിരിക്കണം നാം സ്വീകരിക്കേണ്ട സമീപനം. അതിനെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കുക എന്നതായിരിക്കണം നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ എല്ലാ ഇടപെടലുകളും കേരള ഗവൺമെന്റ് ഭാഗത്തുണ്ടാകും. നിങ്ങൾ ഇന്ന് നടത്തിയിട്ടുള്ള ഈ നിവേദനത്തിലെ പ്രശ്നങ്ങളും ഉന്നയിച്ച കാര്യങ്ങളുമെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ ഇന്ന് തന്നെ പെടുത്തുന്നതാണ്. ആവശ്യമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും, നിയമപരമായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ സാധിക്കും, ആ കാര്യങ്ങളെല്ലാം ഗവൺമെന്റും പരിശോധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിക്കുകയും ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തു. ഫ്ളാറ്റിൽ താമസിക്കുന്നവർ അനിശ്ചിതകാല സമരവും ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? ജോർജറ്റ്, സുപ്രീം കോടതി പൊളിച്ചു കളയണം എന്ന് നിർദ്ദേശിച്ച മരടിലെ ഫ്ളാറ്റുകൾ ഒഴിയാൻ നിർദ്ദേശിച്ച് നഗരസഭ നോട്ടീസ് നൽകിയിട്ട് 5 ദിവസത്തേക്കാണ് നോട്ടീസ് നൽകിയത്. 5 ദിവസത്തിനകം ഒഴിഞ്ഞു പോകണം എന്നുള്ളതായിരുന്നു നോട്ടീസ്. ആ നോട്ടീസിൻ്റെ കാലപരിധി ഇന്ന് വൈകിട്ടോടെ അവസാനിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഫ്ളാറ്റ് നിവാസികൾക്ക് ഐക്യദാർഢ്യവുമായി CPIM ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി CPIM ഇന്ന് മരട് ഫ്ളാറ്റിന് മുന്നിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്തത് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഫ്ളാറ്റ് നിവാസികളെ നേരിൽ കണ്ട് സംസാരിക്കുകയുണ്ടായി. ഏകദേശം അരമണിക്കൂറോളം സമയം ഫ്ളാറ്റ് നിവാസികളുമായി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയുണ്ടായി. അവർക്ക് പറയാനുള്ള അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ കോടിയേരി ബാലകൃഷ്ണൻ സശ്രദ്ധം കേൾക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഈ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് CPIMൻ്റെ നിലപാട്, ഈ വിഷയത്തിലുള്ള CPIMൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് മരടിലെ ഫ്ളാറ്റിൽ താമസിക്കുന്നവർ കുറ്റക്കാരല്ല എന്ന് കോടിയേരി പറയുകയുണ്ടായി. അതേസമയം ബിൽഡേഴ്സാണ് നിയമലംഘകർ. സുപ്രീം കോടതിയുടേത് അസാധാരണ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് പറയാനുള്ളത് കേൾക്കാൻ കോടതി ഒരിക്കലും അവസരം നൽകിയില്ല. അത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ് ഉണ്ടായത്. സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയാകട്ടെ ബിൽഡേഴ്സിൻ്റെ അഭിപ്രായം മാത്രമേ കേട്ടുള്ളൂ. താമസക്കാരുടെ അഭിപ്രായം കേൾക്കാതെയാണ് ഈ കമ്മിറ്റി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. ഒപ്പം ഈ ഫ്ളാറ്റ് പൊളിക്കാനായി ഏകദേശം 50 കോടിയോളം രൂപയാണ് ചെലവ് വരിക. ഈ സമയത്ത് ഈ പ്രളയകാലത്ത് പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള ചെലവുകളിലേക്കായി കോടിക്കണക്കിന് രൂപ ചെലവിടേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പണം കണ്ടെത്തേണ്ടുന്ന ഒരു അവസരത്തിലാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഒരു ഭവനം, ഒരു വലിയ ഫ്ളാറ്റ് സമുച്ചയം പൊളിക്കാനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. എവിടെ നിന്ന് ഇതിനുള്ള പണം കണ്ടെത്തുമെന്നോ, പൊളിച്ചാൽ അവശിഷ്ടങ്ങൾ എവിടെ കൊണ്ട് ചെന്ന് ഇടുമെന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്നും തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ കോടതി പറഞ്ഞിട്ടില്ല. ഇത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും കോടിയേരി പറയുകയുണ്ടായി. ഒപ്പം ഈ കുടിയൊഴിപ്പിക്കുന്നവരുടെ കൂടെ തന്നെയാണ് CPIM എന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഒഴിപ്പിക്കാൻ വന്നാൽ ആരും ഒറ്റയ്ക്കാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. CPIM ഇവർക്കൊപ്പമുണ്ടാകും. അതിൻ്റെ പേരിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും അത് നേരിടാൻ CPIM തയ്യാറാണ് എന്നും കോടിയേരി വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും. സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിമിതിക്കകത്തുനിന്ന് തന്നെ സാധ്യമായ രീതിയിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടലുണ്ടാകും. സർക്കാരും ഒപ്പമുണ്ടാകുമെന്നും കോടിയേരി ഉറപ്പ് നൽകി. ഈ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്, പരസ്പരം രാഷ്ട്രീയം കളിക്കുകയല്ല വേണ്ടത്. ഏതായാലും ഇനിയൊരു തിരുത്തൽ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ആ ഹർജി പരിഗണിക്കുമ്പോഴെങ്കിലും മാനുഷിക പരിഗണന കോടതി കാട്ടണം. ഇപ്പോൾ ഒരു കണ്ണിൽ ചോരയില്ലാത്ത വിധിയാണ് ഉണ്ടായത്. ഇനി ഒരു മാനുഷിക പരിഗണന കോടതി ഈ വിഷയത്തിൽ എടുക്കണം. ഏതായാലും കുടിയൊഴിപ്പിക്കുന്നവരുടെ കൂടെ CPIM ഉണ്ടാകും, സമൂഹം ഉണ്ടാകും എന്നൊരു ഉറപ്പാണ് കോടിയേരി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഇവർക്ക് മരട് നിവാസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് 5 മണി വരെയാണ് നോട്ടീസിൻ്റെ കാലപരിധിയുള്ളത്. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നതാണ്, സർക്കാരിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശം ലഭിക്കുന്നതിനനുസരിച്ച് മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്ന് മുനിസിപ്പൽ സെക്രട്ടറി ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ ബലം പ്രയോഗിച്ചുള്ള ഒഴിപ്പിക്കൽ അത്തരത്തിലൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഏതായാലും ഈ മരട് ഫ്ളാറ്റ് നിവാസികൾ അവരുടെ സമരവും ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അടുത്ത ദിവസം തിങ്കളാഴ്ച ഈ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയത് നിയമാനുസൃതമല്ല, അക്കാര്യം ചോദ്യം ചെയ്തുകൊണ്ട് മരട് നിവാസികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവരുടെ സമരപരിപാടികൾ ശക്തമാക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ
ഈ മരട് നഗരസഭയ്ക്ക് മുന്നിൽ ഫ്ളാറ്റ് നിവാസികളുടെ ധർണ ആരംഭിച്ചിരിക്കുകയാണ്. ഈ പ്രവൃത്തി സമയം കഴിയുന്നതുവരെ, മുനിസിപ്പാലിറ്റിയുടെ പ്രവൃത്തി സമയം കഴിയുന്നതുവരെ ഈ ധർണ ഉണ്ടാകും. അതിനുശേഷം ഫ്ളാറ്റിന് മുന്നിൽ കെട്ടിയിരിക്കുന്ന സമരപന്തലിലേക്ക് ഇവർ ചെല്ലും. അവിടെ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹത്തിനും ഇന്ന് മരട് ഫ്ളാറ്റ് നിവാസികൾ തുടക്കമിടുകയാണ്. ജോർജറ്റ്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മരട് വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഇടപെടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിഷയത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് ആലോചിക്കുകയാണ് എന്നും ഗവർണർ പറഞ്ഞു. വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, എന്താണ് ഗവർണർ സൂചിപ്പിച്ചത്? ബജറ്റ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ കേന്ദ്രമന്ത്രി കെ.പി. ഉണ്ണികൃഷ്ണന്റെ കോഴിക്കോട് പന്നങ്കരയുള്ള വസതി സന്ദർശിക്കുകയായിരുന്നു. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കണ്ടത്. മരട് വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഇടപെടും, ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് ആലോചിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് കാണില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കാരണം ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. എല്ലാവർക്കും ഗവർണർ ഓണാശംസകൾ നേർന്നു. അതുപോലെ തന്നെ മരട് ഫ്ളാറ്റ് വിഷയത്തിൽ വ്യക്തമായ ധാരണയുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സുപ്രീം കോടതിയുടെ പരിഗണനയുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരണത്തിനൊന്നും അദ്ദേഹം തയ്യാറായില്ല. അതേസമയം തന്നെ അവിടുത്തെ താമസക്കാരുടെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കുകയുണ്ടായി. ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. മരട് ഫ്ളാറ്റ് വിഷയത്തിൽ താമസക്കാരുടെ വാക്കുകൾ കേൾക്കാൻ ജുഡീഷ്യറി തയ്യാറാകണമെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. ജുഡീഷ്യറി യാന്ത്രികം ആകരുത് എന്നും സ്പീക്കർ പറഞ്ഞു. നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് ജൈവം എന്ന് പറയും. ആനന്ദിന്റെ പുസ്തകത്തിന് വേണം ജൈവ മനുഷ്യൻ. ഓർഗാനിക് ആകണം, മണ്ണിനോട് ചേർന്നിരിക്കണം, മണ്ണിന്റെയും മനുഷ്യന്റെയും പ്രശ്നങ്ങൾ സംബന്ധിക്കണം. മരടിലെ ഫ്ളാറ്റ് താമസിക്കുന്ന മനുഷ്യന്റെ വാക്കുകൾ കേൾക്കാൻ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാട് ഓർഗാനിക് അല്ല, ജൈവമല്ല. ജൈവമല്ലാത്ത ഇത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ ഒരു ജനാധിപത്യ സ്ഥാപനത്തിനോട് ഒരു അവകാശമില്ല. നിയമസഭ ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണ് പ്രതിദാനം ചെയ്യുന്നെങ്കിൽ ജനങ്ങളുടെ വികാരങ്ങളുടെയും അവരുടെ ആഗ്രഹങ്ങളെയും പ്രതിദാനം ചെയ്യാനുള്ള ബാധ്യത ജുഡീഷ്യറിക്കുമുണ്ട്. ജുഡീഷ്യറി ഓർഗാനിക് അല്ലാത്ത, ജീവനില്ലാത്ത യാന്ത്രികമായ ഒരു ഏർപ്പാടാണ്. മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സുപ്രീം കോടതി പിന്മാറണമെന്ന് പി ജെ ജോസഫ്. ഈ വിഷയത്തിൽ മനുഷ്യത്വപരമായ വിധിയാണ് ഉണ്ടാകേണ്ടത്. ഫ്ളാറ്റ് ഉടമകളെ കേൾക്കാതെ റിപ്പോർട്ട് ഉണ്ടാക്കിയത് സുപ്രീം കോടതി നിയമിച്ച 3 അംഗ സമിതിയാണ്. ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത് തികഞ്ഞ അനാസ്ഥയാണെന്നും ഇവർക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും മരടിലെ ഫ്ളാറ്റ് സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. അതാത് കാലത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പം സുപ്രീം കോടതി 3 മെമ്പർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു ഇവരെ കേൾക്കാനായിട്ട്. ആ കമ്മിറ്റിക്കാർ തികച്ച നിരുത്തരവാദപരമായി പെരുമാറി. ഇവരെ കേൾക്കേണ്ടതായിരുന്നു. ആ കേൾക്കേണ്ട ആളുകൾ ഇപ്പോൾ സർവീസ് ഉണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. കേരളത്തിൻ്റെ അകത്ത് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയ കോംപ്ലിക്കേഷനാണ് സുപ്രീം കോടതി ഇങ്ങനെ വിധി വരാൻ കാരണം. ഇനിയെങ്കിലും ഇവരെയെല്ലാം കേട്ടതിന് ശേഷം സത്യാവസ്ഥ മനസ്സിലാക്കി സിമിലർ കേസുകൾ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ഈ വലിയ ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകത്തക്കവണ്ണമുള്ള നീക്കങ്ങൾ നടത്തണം. ഒരു രാജ്യം ഒരു ഭാഷ എന്ന മുദ്രാവാക്യം ഉയർത്തി ബി.ജെ.പി. രംഗത്ത്. രാജ്യത്തെ ഒരുമിപ്പിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. അതിനാൽ രാജ്യത്തിന് ഒരു ഭാഷ വേണമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ട്വീറ്റ്. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് അല്ലെങ്കിലേക്ക് പോകുന്നു. സന്തോഷ്, എന്താണ് അമിത്ഷാ പറഞ്ഞത്? ഹിന്ദി ഭാഷാ ദിനമാണെന്ന്, അതിനോടനുബന്ധിച്ചാണ് ഇന്ന് രാവിലെയോടുകൂടി ബി.ജെ.പി. ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ചെയ്ത ട്വീറ്റ് ഏറെ വിവാദമായിരിക്കുന്നത്. ഹിന്ദി രാജ്യത്തെ ദേശീയ ഭാഷയായി മാറണം എന്ന ആവശ്യത്തിലൂന്നിയായിരുന്നു അമിത്ഷായുടെ ട്വീറ്റ്. കാരണം രാജ്യത്തെ ഐക്യത്തിൽ ഊട്ടിയുറപ്പിക്കാൻ ഹിന്ദി ഭാഷയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഏറെ പേരും സംസാരിക്കുന്നത് ഹിന്ദിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു മാതൃഭാഷകളൊക്കെ പലർക്കും ഉണ്ടായേക്കാം. പക്ഷെ ഹിന്ദിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിലപാടുകളാണ്, പ്രാധാന്യം നൽകുകയാണ് ഏവരും ചെയ്യേണ്ടതെന്നാണ് അമിത്ഷാ തന്റെ ട്വീറ്റിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ ഭാഷാവാദം അമിത്ഷാ അടക്കമുള്ള ബി.ജെ.പി. നേതാക്കളൊക്കെ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഹിന്ദി ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ വിദ്യാഭ്യാസ നയം ഏറെ വിമർശനത്തിന് ഇടയാക്കുകയൊക്കെ ചെയ്തിരുന്നു. അതേ തുടർന്ന് ADMK തന്നെ, അതായത് NDA ഘടക ADMK തന്നെ ഇതിൽ എതിർപ്പുമായി രംഗത്തെത്തുകയും അത് പിൻവലിക്കുകയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അതേ വാദം ഉയർത്തുകയാണ് അമിത്ഷയും ബി.ജെ.പിയും
കൂട്ടരും. കാരണം ഒറ്റ രാജ്യം ഒരു ഭാഷ എന്ന ഭാഷാവാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. നേരത്തെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്കുള്ള വാദങ്ങൾ ഉയർത്തിയിരുന്നു. അത് വലിയ വിമർശനങ്ങൾ ഇടയാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒറ്റ ഭാഷയിലേക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നീക്കവുമായി എത്തിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ ഭാഷകളുണ്ട്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭാഷകളുണ്ട്. എന്നാൽ ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഒറ്റ ഭാഷയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വലിയ വിമർശനം ഇതിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് എതിരാണ് ഇത്തരം ഒരു നീക്കമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കാരണം ഭാഷാ വൈവിധ്യമാകട്ടെ മറ്റ് വൈവിധ്യങ്ങളിൽ ഊന്നിയുള്ളതാണ് ഇന്ത്യ. ആ രാജ്യത്തിന്റെ വൈവിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതെല്ലാം തള്ളിക്കളയുന്നതാണ് BJPയുടെ ഇപ്പോൾ ഒറ്റ രാജ്യം ഒറ്റ ഭാഷ എന്ന തരത്തിലുള്ള നീക്കമെന്ന് സീതാറാം യെച്ചൂരി വിമർശിക്കുകയും ചെയ്തു. ജോർജറ്റ്. സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിലെ ഒന്നാം പ്രതി SI സാബുവിന്റെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ മാസമാണ് സാബുവിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. സാബു ജാമ്യത്തിൽ തുടരുന്നത് അന്വേഷണത്തെ സാരമായി ബാധിക്കുമെന്ന് ഹർജിയിൽ സർക്കാർ ചൂണ്ടിക്കാട്ടി. നെടുങ്കണ്ടത്തെ രാജ്കുമാറിന്റെ കസ്റ്റഡി മരണക്കേസിൽ ഒന്നാം പ്രതിയായ SI സാബുവിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ മാസം 13-ന് ഹൈക്കോടതി സാബുവിന് ജാമ്യം നൽകിയിരുന്നു. സാക്ഷികളുടെ മൊഴിയെടുപ്പ് ഉൾപ്പെടെ അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായെന്ന് നിരീക്ഷിച്ചായിരുന്നു ജാമ്യം. ഇത് ചോദ്യം ചെയ്താണ് സർക്കാരിന്റെ ഹർജി. സാബു ജാമ്യത്തിൽ നിൽക്കുന്നത് സുഗമമായ അന്വേഷണത്തെ ബാധിക്കുമെന്ന് ഹർജിയിൽ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാബുവിന് കഴിയും. ജാമ്യം തുടരുകയാണെങ്കിൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട രാജ്കുമാറിന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിൽ ജാമ്യം നൽകിയത് ശരിയല്ല എന്നും ഹർജിയിൽ പറയുന്നു. കസ്റ്റഡി മരണക്കേസുകൾ പരിഗണിക്കുമ്പോൾ കോടതി പാലിക്കേണ്ട ജാഗ്രത സംബന്ധിച്ച് സുപ്രീം കോടതി തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശത്തിന് വിരുദ്ധമായാണ് ഹൈക്കോടതി ജാമ്യം നൽകിയതെന്നും സർക്കാർ വ്യക്തമാക്കി. കസ്റ്റഡി മരണമാണ് ഉണ്ടായതെന്ന് ഉറപ്പിക്കാൻ പോലീസ് സ്റ്റേഷനിലെയും ജയിലിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല എന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തലിനെ ഹർജിയിൽ സർക്കാർ എതിർത്തു. ദൃശ്യങ്ങളിൽ മറ്റിടപെടലുകൾ ഉണ്ടാകാതിരിക്കാനാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുൻപ് ദൃശ്യങ്ങൾ പകർത്താത്തതെന്നും അപ്പീലിൽ സർക്കാർ വിശദീകരിക്കുന്നു. കൈരളി ന്യൂസ്, ദില്ലി. സൗദി അറേബ്യയിലെ എണ്ണ കമ്പനിയായ അരാംകോയുടെ പ്രധാന എണ്ണ സംസ്കരണശാലയിൽ സ്ഫോടനവും തീപിടുത്തവും. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ ദമാമിനടുത്ത് അരാംകോയുടെ എണ്ണ സംസ്കരണശാലയിലാണ് സംഭവം ഉണ്ടായത്. ജമാലുദ്ദീൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജമാലുദ്ദീൻ, ഡ്രോൺ ആക്രമണം ആണ് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ജോർജറ്റ്, ഇന്ന് പുലർച്ചെയാണ് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ കമ്പനിയായ അരാംകോയുടെ എണ്ണ സംസ്കരണശാലയിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. രാവിലെ പുലർച്ചയോടെ തന്നെ സ്ഫോടനമുണ്ടായി. വലിയ തീപിടുത്തവും ഇതോടുകൂടി സംഭവിക്കുകയുണ്ടായി. ഡ്രോൺ ആക്രമണമാണ് എന്നാണ് രാജ്യാന്തര മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം സൗദി അറേബ്യ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഹൂതികളാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് കരുതുന്നത്. വലിയ തീപിടുത്തം ഉണ്ടായി. തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ആർക്കും പരിക്കില്ല എന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. അതേസമയം ഈ വലിയ തീപിടുത്തത്തിന് പിന്നിൽ അല്ലെങ്കിൽ സ്ഫോടനത്തിന് പിന്നിൽ ഹൂതികളാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സൗദി യമൻ അതിർത്തിയിൽ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം പലപ്പോഴായി ഉണ്ടാകാറുണ്ട്. സൗദി അറേബ്യ ഫലപ്രദമായി ഇതിനെ ചെറുക്കുന്നുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഇത്ര വലിയ തോതിലുള്ള അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ആക്രമണം ഉണ്ടാകുന്നത്. ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF പുത്തൻ രീതികൾ പരീക്ഷിക്കുന്നെന്ന് മന്ത്രി MM മണി. പാലായിൽ കോൺഗ്രസും PJ ജോസഫും ചേർന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗൂഢാലോചന നടത്തിയെന്നും MM മണി പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ പ്രശ്നത്തിൽ പോലും അവർ സ്വീകരിച്ച നിലപാട് തികച്ചും പ്രതിഷേധാർഹമാണ്. ജനാധിപത്യ ബോധമുള്ള ആരും അംഗീകരിക്കുന്നതല്ല എന്ന് നമുക്ക് കാണാവുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് പാല അടക്കമുള്ള സീറ്റുകൾ NCPക്ക് തെരഞ്ഞെടുപ്പിൽ അനുവദിച്ചതാണ്. അവിടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് തീരുമാനിക്കുന്നത് NCP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതൊരു സാമാന്യ തത്വമാണ്. UDFനും ഈ സാമാന്യ തത്വം തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരു പുതിയ തത്വമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ UDF അത് പ്രത്യേകിച്ചും ശ്രീ ജോസഫും കോൺഗ്രസും കൂടെ ചേർന്ന് നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. LDF സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞത് പാലായിൽ ഇടതുമുന്നണി വോട്ട് പിടിക്കുമെന്ന് മന്ത്രി G സുധാകരൻ. പാലായിലെ വികസന പ്രവർത്തനങ്ങൾക്ക് 340 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ഇതൊക്കെ ജനം വിലയിരുത്തട്ടെ എന്നും മന്ത്രി പറഞ്ഞു.
ഇടതുപക്ഷ സ്ഥാനാർത്ഥി മാണി കാപ്പന്റെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള പരിപാടിക്കെത്തിയതാണ് സംവിധായകൻ വിനയൻ. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നു. എങ്ങനെയാണ് ഇവിടുത്തെ പ്രചാരണ പരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ? ഞാൻ ഇന്ന് മാണി കാപ്പന്റെ കലാജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യും. ശ്രീ പിണറായി വിജയൻ നേരത്തെ പറഞ്ഞല്ലോ, വില ഇരുത്തിക്കോട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. സർക്കാരിന്റെ കാര്യമാണല്ലോ ഞങ്ങൾ പറയാൻ പോണത്. നവോത്ഥാന സമിതിക്ക് ലക്ഷ്യബോധമില്ലാത്തതുകൊണ്ടാണ് നവോത്ഥാന സമിതി ലക്ഷ്യമുണ്ടെന്ന് യാതൊരു ബന്ധവും. സർക്കാരിന്റെ നേട്ടങ്ങളാണ് ഞങ്ങൾ പറയാൻ പോണത്. ജനങ്ങളത് കേട്ടിട്ടല്ലേ വോട്ട് ചെയ്യാൻ പോണത്. പിന്നെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി, ഇത് രണ്ടും പ്രധാനമായിട്ടും. അപ്പം മാണിക്ക് തന്നെ ഞാൻ കണക്കെൻ്റെ കൊണ്ടുവന്നു. ഞാൻ കുറേ യോഗങ്ങളിലെ കുടുംബയോഗങ്ങളും വീട് കയറ്റമൊക്കെ ആയിരിക്കും. കാരണം 340 കോടി രൂപ ഞാൻ തന്നെ കൊടുത്തിരിക്കുന്നത് ശ്രീ മാണിക്ക്, ഈ മണ്ഡലത്തിൽ മാത്രം 341 കോടി. KSTP റോഡ്, റിക്കൻഡർ റോഡ്, പാലങ്ങൾ, റോഡുകൾ കൊടുത്തിരിക്കുകയാണ്. ഏതെങ്കിലും മാണി സാറ് ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത് പോലും 3 വർഷം ഈ മണ്ഡലത്തിൽ 341 അനുവദിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നാട്ടുകാർ അനുഭവിക്കുകയല്ലേ. നോക്കാം, നമുക്ക് സെക്രട്ടറി ഒന്ന് കാണട്ടെ. കെ മാണി പോലും മാണി സി കാപ്പന്റെ വിജയം ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് സംവിധായകൻ വിനയൻ. പാലാ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി മാണി സി കാപ്പന് വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയതായിരുന്നു വിനയൻ. ഇടതുപക്ഷ സ്ഥാനാർത്ഥി മാണി കാപ്പന്റെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള പരിപാടിക്കെത്തിയതാണ് സംവിധായകൻ വിനയൻ. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നു. എങ്ങനെയാണ് ഇവിടുത്തെ പ്രചാരണ പരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ? ഞാൻ ഇന്ന് മാണി കാപ്പന്റെ കലാജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എത്തിയത്. പിന്നെ എനിക്ക് തോന്നുന്നു കാപ്പനൊരു സിനിമാക്കാരൻ കൂടിയാണല്ലോ. അപ്പോൾ കാപ്പൻ്റെ ഭാഗത്തു നിന്ന് റിക്വസ്റ്റ് ഉണ്ടായാൽ പിന്നെ ഞാൻ ഇടതുപക്ഷ മുന്നണിയുടെ സഹയാത്രികനാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാപ്പൻ്റെ വിജയത്തിന് വേണ്ടി ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കാപ്പൻ ജയിക്കണമെന്നാണ് മാണി സാറിൻ്റെ ആത്മാവ് പോലും പറയുന്നതെന്ന് എൻ്റെ വിശ്വാസം. കാരണം മാണി സാറിനോട് 3 പ്രാവശ്യം മത്സരിച്ച് എൻ്റെ ഒപ്പത്തിനൊപ്പം വന്ന ആളാണ് കാപ്പൻ. അപ്പം പിന്നെയും കാപ്പൻ 4ാം പ്രാവശ്യവും മത്സരിക്കാനുള്ള മനസ്സ് കാണിച്ചെങ്കിൽ ഒരു പ്രാവശ്യം കാപ്പനെ ജയിപ്പിച്ചേക്കുമെന്ന് മാണി സാറ് പോലും ഇവിടെ പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ കാപ്പൻ തവണ ജയിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ, ആഗ്രഹം. എന്തൊക്കെയാണ് സാർ അനുകൂല ഘടകങ്ങളായി കാണുന്നത്? അനുകൂല ഘടകങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെന്റ്, ഒത്തിരി സാധാരണക്കാരന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെന്റാണ്. മറ്റെന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കൊക്കെ ഉണ്ടെങ്കിലും സാധാരണക്കാരന് വേണ്ടി, കഷ്ടപ്പെടുന്നതിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെന്റ്. ആ ഒരു കാര്യം, പിന്നെ അപ്പുറത്തുള്ള വഴക്കുകളോ അതൊന്നും ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാപ്പന് പാലാക്കാരനാണ്. കാപ്പൻ്റെതായ ഒരു സ്റ്റാൻഡുണ്ട് ഇവിടെ. അതുകൊണ്ട് കാപ്പൻ വന്നാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നവരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മാണി കാപ്പൻ വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് സംവിധായകൻ വിനയൻ. പാലായിൽ നിന്ന് രാഹുലിനൊപ്പം സമീർ വഴങ്ങോട്. മോട്ടോർ വാഹന ഭേദഗതി ബില്ലിനെ സംബന്ധിച്ചുള്ള കേന്ദ്രത്തിന്റെ അന്തിമ തീരുമാനം വരുന്നതുവരെ കൂടിയ പിഴ ഈടാക്കില്ല എന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. കേന്ദ്ര നിലപാട് അറിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റു നടപടികൾ. കേന്ദ്രത്തിന്റെ പുതിയ നിലപാട്, മുഖ്യമന്ത്രിമാരുടെ യോഗം എന്നിവ സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ഓണ കാലാവധി കഴിയുന്നതുവരെ തൽക്കാലം കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് നന്നായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ ഉപദേശിക്കുകയും ചെയ്തു. ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ താഴെ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്തിമമായ നിലപാട് പൂർണ്ണമായും വ്യക്തമാക്കുന്നതുവരെ നമുക്ക് ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ആലോചിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അന്തിമമായ നിലപാട് എന്താണ്, സംസ്ഥാന ഗവൺമെൻറ്റിന് നിലവിലുള്ള സാഹചര്യത്തിൽ ഇളവ് വരുത്തിക്കൊണ്ടുള്ള തീരുമാനമെടുക്കാൻ കഴിയുമോ? ഈ സാധ്യതകളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ പുതുക്കിയ രൂപത്തിലുള്ള ശിക്ഷാവിധികളുമായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചേക്കാനുള്ളൊരു ഉണ്ടെങ്കിൽ ആ സംസാരവും അത്തരത്തിലൊരു യോഗമുണ്ടെങ്കിൽ ആ യോഗവും കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കൂടി പരിശോധിക്കാതെ മുമ്പോട്ട് പോകുന്നത് ഒരു യുക്തിസഹമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പാലായിൽ 6 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച കളരിമാക്കൽ കടവ് പാലം ഇപ്പോഴും ഉപകാരമില്ലാതെ കിടക്കുകയാണ്. പാലാ നഗരസഭയെയും മീനച്ചിൽ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് അപ്രോച്ച് റോഡ് ഇല്ലാത്തതാണ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പാലം നോക്കുകുത്തിയാകാൻ കാരണം. ഇതാണ് കളരിമാക്കൽ കടവ് പാലം. നിർമ്മാണം പൂർത്തിയാക്കി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം നടത്തിയ പാലം ഇപ്പോൾ എങ്ങനെയിരിക്കുന്നുവെന്ന് നോക്കാം. തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള തട്ടിക്കൂട്ടലിലൊതുങ്ങി പാലവും തുടർ നിർമ്മാണവും.
പാലം ചെന്ന് കയറുന്നത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ. അപ്രോച്ച് റോഡില്ലാത്തതിനാൽ പാലം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പ്രദേശവാസികൾക്ക്. ഏതാണ്ട് 6,11,00,000 രൂപ മുതൽ മുടക്കിയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് ഈ പാലം പണിതിട്ടുള്ളത്. തൊട്ടു താഴെ 100 വർഷമായിട്ടുണ്ടായിരുന്ന ജനങ്ങൾ യാത്ര ചെയ്തിരുന്ന വള്ളം ഒഴിവാക്കിക്കൊണ്ട് ഈ പാലം നിർമ്മിക്കുകയും ഇതിന്റെ ഫലമായി ഇപ്പോൾ വള്ളവുമില്ല, പാലത്തിൽ കൂടി നടക്കാനും പറ്റാത്ത ഒരവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. പാലാ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിന് പൊൻകുന്നം റോഡിൽ നിന്ന് ഈ പാലം വഴി ഈരാറ്റുപേട്ടയിലേക്ക് ബൈപ്പാസ് നിർമ്മിക്കാവുന്നതാണ്. പാലായുടെ പുതിയ MLA ആയി വരുന്നവരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടുമെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാർ. വൻ തുക മുടക്കി പണിത പാലം കൊണ്ട് നാട്ടുകാർക്ക് ഇതുവരെ ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. 250 മീറ്റർ അപ്രോച്ച് റോഡ് നിർമ്മിച്ചാൽ പാലാ നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറിയേക്കാവുന്ന പദ്ധതിയാണ് ഇങ്ങനെ അവസാനിക്കുന്നത്. പാലായിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ഉപതെരഞ്ഞെടുപ്പിൽ മുത്തോലി മേഖലയിൽ പ്രധാന ചർച്ച UDF-നുള്ളിൽ അസ്വാരസ്യങ്ങളാണ്. കേരള കോൺഗ്രസിന്റെ BJP ബാന്ധവവും ഇടതുപക്ഷ പ്രധാന ചർച്ചയാക്കി ഉയർത്തുന്നുണ്ട്. വികസന മുരടിപ്പും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കുമെന്നും ഉറപ്പാണ്. മീനച്ചിലാറിന്റെ ഇരുകരകളിലുമായി 13 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് മുത്തോലി ഗ്രാമപഞ്ചായത്ത്. കർഷകർക്ക് ഭൂരിപക്ഷമുള്ള ഈ പ്രദേശത്ത് റബ്ബർ കാർഷിക വിലത്തകർച്ചയെല്ലാം തന്നെ പ്രധാന ചർച്ചാ വിഷയമാണ്. ഇവിടെ ചെറുകിട ഇടത്തരം ആൾക്കാർ കർഷകരൊക്കെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. എപ്പോഴും കൃഷിയായിട്ട് ബന്ധപ്പെട്ടും അതുകൊണ്ട് തന്നെ മറ്റുള്ള മേഖലകളിലും തൊഴിലെടുക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കൊന്നും ഒരു ചെറുകിട വ്യവസായ യൂണിറ്റുകളോ ഒന്നും ഈ പഞ്ചായത്ത് ഒരു പ്രോജക്റ്റ് ചെയ്ത് തയ്യാറാക്കുകയോ അതിനുകൊണ്ട് സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയോ സാധിച്ചിട്ടില്ല. കാരണം അതുകൊണ്ടാണ് ഈ മേഖലയിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. അത് തികച്ചും അവാസ്തവമായ കാര്യമാണ്. കർഷകർക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും പ്രിയപ്പെട്ട മാണി സാർ ഇടപെട്ടിട്ടുണ്ട്. കർഷകരെ രക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളിൽ അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു പാരമ്പര്യമാണ്. കർഷകരെന്നും KM മാണി സാറിന്റെ കൂട്ടത്തിൽ തന്നെയാണ്. ടാർ ചെയ്യാത്ത ഒരു റോഡുകളും മുത്തോലി പഞ്ചായത്തിൽ നിലവിൽ ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 1/4 നൂറ്റാണ്ടായി UDF ഭരണമാണ് മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ. UDF എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസും എല്ലാം വെവ്വേറെ തന്നെയാണ് ഭരിക്കുന്നത്. കേരള കോൺഗ്രസ് ആകട്ടെ BJP-യുമായി പല രഹസ്യബന്ധങ്ങളും അതത് കാലഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാറുമുണ്ട്. വിചിത്രമായ മുന്നണി സംവിധാനം തന്നെയാണ് UDF എന്ന നിലയിൽ മുത്തോലിയിലും തുടരുന്നത്. ജനങ്ങളുടെ മുന്നിൽ കലഹിച്ചുകൊണ്ട്, കാരണം ജനത്തെ വെറും വെടിയാക്കിക്കൊണ്ട് ഇലക്ഷൻ നേരിട്ടതിന് ശേഷം ഇവിടെ ഒന്ന് രഹസ്യ ബാന്ധവം, അത് ജനങ്ങൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവിടെ മുന്നണി മത്സരിക്കുമ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് രഹസ്യ പിന്തുണ കൊടുത്തുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. ഇപ്പം BJP-യുടെ പല നേതാക്കന്മാരും മുൻകാലങ്ങളിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നവരാ, കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നവരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് BJP-യും കോൺഗ്രസുമായിട്ട് അല്ലെങ്കിൽ കേരള കോൺഗ്രസുമായിട്ട് അവിഹിത ബന്ധമാണ് എന്ന് പറയുന്നതിനോട് അത് ജനം അത്തരത്തിൽ വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉപതെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ കാർഷിക വിലത്തകർച്ചയും പാഴായ വികസന വാഗ്ദാനങ്ങളും കുറുമുന്നണി ബന്ധങ്ങളുമൊക്കെ മുത്തോലിയിൽ സജീവ ചർച്ചാ വിഷയമാവുകയാണ്. പാലായിൽ നിന്നും ക്യാമറമാൻ സാംജിത് ആർപ്പുക്കരോടൊപ്പം TP പ്രശാന്ത്, കൈരളി ന്യൂസ്. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നുവെന്ന വാർത്തകൾക്കിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. പ്രതിസന്ധി മറികടക്കാൻ ഉത്തേജന പാക്കേജുകൾ ധനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ. ഓട്ടോമൊബൈൽ, കയറ്റുമതി, വാണിജ്യ മേഖലകളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കും. ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്ന നടപടിയുടെ വിശദവിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് 3ാം തവണയാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഉത്തേജന പാക്കേജ് ധനമന്ത്രാലയം പ്രഖ്യാപിക്കുന്നത്. ബംഗാളിൽ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ നടത്തിയ മാർച്ചിനു നേരെ സംഘർഷം അഴിച്ചുവിട്ട മമതാ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യവ്യാപക പ്രക്ഷോഭം നടക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും സംസ്ഥാന സെക്രട്ടറിമാർ ഉൾപ്പെടെ 500-ലധികം പേർക്കാണ് ലാത്തിചാർജിൽ കഴിഞ്ഞ ദിവസം പരിക്കേറ്റത്. ഒരു പ്രകോപനവും കൂടാതെയാണ് മമതാ സർക്കാർ വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടതെന്നും മമതാ സർക്കാർ ഏകാധിപത്യമാണ് നടപ്പിലാക്കുന്നതെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. രാജ്യത്ത് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന നിരീക്ഷണവുമായി സുപ്രീം കോടതി. ഗോവൻ സ്വദേശികളുടെ പിന്തുടർച്ചാ അവകാശം 1867 പോർച്ചുഗീസ് സിവിൽ കോഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് വ്യക്തമാക്കി ഇറക്കിയ വിധിയിൽ ആണ് ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, അനിരുദ്ധ ബോസ് തുടങ്ങിയവർ
അടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം. ഗോവയിൽ മാത്രമാണ് ഏക സിവിൽ നിയമമുള്ളത്. ഇത് രാജ്യത്തെ തിളങ്ങുന്ന ഒരു ഉദാഹരണമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഭരണഘടനാ ശില്പികൾ രാജ്യത്ത് ഏക സിവിൽ നിയമം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ഷബാനു കേസിലൂടെയും സർള മുദ്ഗൽ കേസിലൂടെയും സുപ്രീം കോടതിയും സിവിൽ കോഡിനായി അനുശാസിച്ചു. എന്നാൽ അതുണ്ടായില്ല എന്നും കോടതി നിരീക്ഷിച്ചു. തൃശൂരിൽ പുലി ഇറങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് പുലിമടകൾ. അയ്യന്തോൾ ദേശത്തിന്റെ പുലിമടയിൽ നിന്നും അഭിറാം തയ്യാറാക്കിയ കാഴ്ചയിലേക്ക്. അയ്യന്തോൾ ദേശത്തിന്റെ പുലികളെല്ലാം തന്നെ നഗരത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. എല്ലാ പുലികളും അതിന്റെ അവസാനഘട്ട മിനുക്ക് പണികളിലാണ്. ഈ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഒരു അച്ഛൻ പുലിയും കുട്ടിപ്പുലിയും ആണ്. കുട്ടിപ്പുലികളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണുള്ളത്. ആദ്യമായിട്ടാണോ എങ്ങനെയാണ് നമുക്ക് ചോദിക്കാം? ആദ്യമായിട്ടാണോ എങ്ങനെയാണ്? അന്നാള് ഇവിടെ നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അപ്പൊ ഞാനുണ്ട്. പുലി ആവുന്നതിന്റെ ആവേശം എങ്ങനെയാണ്? നല്ല സന്തോഷം തന്നെയാണ്. മനസ്സിൽ പുലിയായി കഴിഞ്ഞു. ഇത്തരത്തിൽ കുട്ടികളടക്കം വളരെ വലിയ ആവേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും തന്നെ അവസാനഘട്ട, അതായത് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഈ പുലികളെല്ലാം തന്നെ ഇവിടുന്ന് കൂട്ടമായി തന്നെ ഈ പുലിമടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അത്തരത്തിൽ വലിയ തരത്തിലുള്ള എല്ലാ സന്നാഹങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. വരയലും പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, അത്തരത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പുലികളും ഇവിടെ എല്ലാം തന്നെ ഉണ്ട്. ഏതായാലും ഈ നമ്മൾ കാണുന്ന പോലെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ സന്നാഹങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൗൺസിലർ കൂടിയായ പ്രസാദ് നമ്മുടെ ചേരാൻ എങ്ങനെയാണ് അവസാനഘട്ട ഒരുക്കുന്നത്? 6 പുലിക്കളി സംഘങ്ങളാണ് ഇപ്രാവശ്യം നഗരത്തിൽ ഇറങ്ങുന്നത്. നമുക്കറിയാം, മുൻ വർഷങ്ങളിൽ പോലെ അത്ര പ്രാധാന്യ ടീമുകളുടെ എണ്ണത്തിൽ കുറവാണ്. മുൻ വർഷങ്ങൾ ഒരുപാട് ടീമുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ടീമുകളുടെ എണ്ണം കുറയും, കാണികളുടെ എണ്ണം കൂടുന്നതുമായ ഒരു കാഴ്ചയാണ് നഗരത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ടുകൊണ്ടിരുന്നത്. പണ്ടൊരുപാട് 18, 19, 20 ടീമുകൾ വരുന്നത് കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് 6 ടീമുകളായി ചുരുങ്ങി. എങ്കിൽ പോലും കോർപ്പറേഷനും അതുപോലെ തന്നെ ടൂറിസം വകുപ്പൊക്കെ തന്നെ ധനസഹായം നൽകിക്കൊണ്ട് ഈ ഒരു വലിയ മഹോത്സവത്തെ പിടിച്ചെത്താനുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി എല്ലാ 6 പുലിക്കൽ സംഘങ്ങളും നഗരത്തിലെത്തുകയും നഗരം കീഴടക്കുന്ന പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്തായാലും ഈ 6 സംഘങ്ങളിലായി 300ഓളം പുലികൾ തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാനായി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പുലികൾ പൂർണ്ണമായി തന്നെ ഈ പുലിമടയിൽ നിന്ന് തൃശ്ശൂർ നഗരത്തിലേക്ക് മാറും. ക്യാമറമാൻ PP സലിനൊപ്പം VS അഭിരാം. ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കുന്ന ജലമേള ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 52 പള്ളിയോടങ്ങളാണ് ജലമേളയിൽ ഇക്കുറി പങ്കെടുക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ദിനമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് പമ്പാ നദിയിൽ ആറന്മുള ജലോത്സവം നടക്കുന്നത്. ജലമേളയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം ആറന്മുളയിൽ പൂർത്തിയായി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 സംസ്ഥാന ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 3 മണിക്ക് ആരംഭിക്കുന്ന മത്സര വള്ളംകളിയുടെ ഉദ്ഘാടനം ജലവകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിക്കും. സംസ്കാരത്തെയും സൗന്ദര്യത്തെയും പ്രതിഫലിപ്പിക്കുന്ന മനോഹര ശില്പം എന്ന നിലയിൽ പള്ളിയോടങ്ങളിൽ അനുവർത്തിക്കുന്ന കറക്കിത്തൊഴിച്ചിലൂടെ പരമ്പരാഗത രീതിയിലുള്ള ജലമേളയാണ് ഇക്കുറി നടക്കുന്നത്. ആറന്മുളയുടെ പതിവ് ശൈലിയിലുള്ള വഞ്ചിപ്പാട്ട്, തുഴച്ചിൽ ശൈലി, ചമയം, വേഷവിധാനം, അച്ചടക്കം എന്നിവയെല്ലാം മാനദണ്ഡമാക്കിയാണ് വിജയികളെ തെരഞ്ഞെടുക്കുന്നത്. A ബാച്ചിൽ 35ഉം B ബാച്ചിൽ 17 പള്ളിയോടങ്ങൾ ഉൾപ്പെടെ 52 പള്ളിയോടങ്ങളാണ് വർണ്ണാഭമായ ജലഘോഷയാത്രയിലും തുടർന്നുള്ള മത്സര വള്ളംകളിയിലും പങ്കെടുക്കുന്നത്. ജലോത്സവവുമായി ബന്ധപ്പെട്ട് ആറന്മുളയിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട. മലബാറിലും ഇത് ജലോത്സവങ്ങളുടെ കാലമാണ്. ചെറുതോണികളും ഫൈബർ ബോട്ടുകളിലുമായി യുവാക്കൾ മത്സരത്തിനിറങ്ങുന്ന കാലം. ക്ലബ്ബുകളും സംഘടനകളും ടൂറിസം വകുപ്പും ചേർന്ന് നടത്തുന്ന ഈ ജലമേളകൾ കാണാൻ പുഴയുടെ കരകളിൽ ആവേശത്തിരയാർത്ത് നാട്ടുകാരുമെത്തും. മലബാറിലെ ഓണക്കാലം തീരപ്രദേശത്തെ ജനങ്ങളുടെ ജലോത്സവ കാലം കൂടിയാണ്. നാട്ടുവഞ്ചികളും ഫൈബർ ബോട്ടുകളുമായി മത്സ്യത്തൊഴിലാളികളും യുവാക്കളും മത്സരിക്കുന്ന കാലം. പ്രൊഫഷണൽ ജലോത്സവങ്ങളല്ല, മറിച്ച് നാട്ടൊരുമയുടെ കൂട്ടായ്മയുടെ കളിവഞ്ചി തുഴയൽ മത്സരങ്ങളാണവ. കൊയിലാണ്ടി കൊടക്കാട്ടുമുറി അകലാപ്പുഴയിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ഫോക്ലോർ അക്കാദമിയും V1 കലാസമിതിയും ചേർന്നാണ് ഇത്തവണ ജലോത്സവം ഒരുക്കിയത്. ഈ നാട്ടിലുള്ള എല്ലാ ആളുകളെയും ഒരു ഉത്സവമായിട്ടാണ് ഇത് നടക്കുന്നത്. എല്ലാ വീട്ടിലുള്ള ആളുകൾക്ക്, ബന്ധുക്കളൊക്കെ ഈ നാട്ടിൽ മറ്റു ഉത്സവങ്ങൾക്കൊക്കെ വരുന്നത് പോലെ തന്നെ ഈ പരിപാടിക്കും എത്തിച്ചേരുന്നുണ്ട്. ഈ ജലോത്സവങ്ങൾ
ആവോളം ആസ്വദിക്കുന്നവരാണ് നാട്ടുകാരും. മിക്കവാറും ക്ലബ്ബുകളും സംഘടനകളുമായിരിക്കും സംഘാടകർ. 11 പേർ പങ്കെടുത്ത മത്സരത്തിൽ 6 ടീമുകളായാണ് മത്സരിച്ചത്. പായുംപുലി, ഡിവൈഎഫ്ഐ കൊടക്കാട്ടുമുറി, V1 കലാസമിതി, സരിക കിടഞ്ഞിക്കുന്ന്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിടഞ്ഞിക്കുന്ന് എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കൊയിലാണ്ടി നഗരസഭാ ചെയർമാൻ കെ സത്യൻ സമ്മാനദാനം നിർവഹിച്ചു. എന്തായാലും ജലോത്സവങ്ങൾ മലബാറിലെ നാട്ടുത്സവങ്ങളായി, നാട്ടരങ്ങുകളായി മാറുകയാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയോളം വരില്ലെങ്കിലും ഓണക്കാലം മലബാറുകാർക്ക് ജലോത്സവങ്ങളുടെ കാലമാണ്. അഗരാപ്പുഴയുടെ തീരത്തു നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV ജോഷില. സർക്കാർ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകളുടെ ദുരുപയോഗം തടയാൻ നടപടി ആരംഭിച്ചു. അനധികൃതമായി ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നവരെ കണ്ടെത്താൻ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവിട്ടു. പിടിക്കപ്പെടുന്നവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും തീരുമാനം. സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ചിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ വ്യാപകമായി ദുരുപയോഗിക്കുന്നുവെന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇതിന് കടിഞ്ഞാണിടാൻ സർക്കാർ ഉത്തരവിറക്കിയത്. നിലവിൽ സർവീസിൽ നിന്നും വിരമിച്ചവരും മറ്റു സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചവരും സ്വന്തമായി വീടുണ്ടായിട്ടും ക്വാർട്ടേഴ്സുകൾ ഉപയോഗിക്കുന്നുവെന്ന് അന്വേഷണത്തിൽ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുള്ള ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി G. കമലവർദ്ധന റാവു പുറത്തിറക്കിയത്. അനധികൃതമായി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരെ കണ്ടെത്തി പുറത്താക്കാൻ അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരും പൊതുമരാമത്ത് എഞ്ചിനീയർമാരും സംയുക്തമായി പരിശോധന നടത്തി നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അനധികൃതമായി താമസിച്ചവരിൽ നിന്നും താമസിച്ച കാലയളവിന്റെ 3 ഇരട്ടി വാടക ഈടാക്കാനും നിയമം ലംഘിച്ചവരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്ന ഉദ്യോഗസ്ഥർ എല്ലാ വർഷവും ജനുവരി മാസം അവസാനിക്കുന്നതിന് മുമ്പ് ജീവനക്കാരനോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ അവിവാഹിതരായ മക്കളുടെ പേരിലോ ക്വാർട്ടേഴ്സിന്റെ 20 കിലോമീറ്റർ ചുറ്റളവിൽ സ്വന്തമായി വാസഗൃഹമില്ലെന്ന് സത്യവാങ്മൂലം നൽകണം. ഇത് പാലിക്കാത്തവരെ ചട്ടപ്പടി ക്വാർട്ടേഴ്സിൽ നിന്നും പുറത്താക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മരിക്കും മുമ്പ് സ്വന്തമായൊരു കൂരയുണ്ടാകണമെന്ന മോഹത്തിലാണ് 75 വയസ്സ് പിന്നിട്ട കാസർഗോഡ് ഉപ്പള സ്വദേശിനി ആമനോമ്മ. തൊഴിൽ തേടി മഞ്ചേരിയിൽ നിന്നും ഉപ്പളയിലെത്തിയ കുടുംബത്തിലെ അംഗമായ ആമനോമ്മ 3.5 പതിറ്റാണ്ടായി പരിമിത സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത വാടക കെട്ടിടങ്ങളിലാണ് കഴിഞ്ഞുവരുന്നത്. ഭർത്താവ് മരിച്ചതോടെ 2 പെൺകുട്ടികൾക്കൊപ്പം താമസിക്കുന്ന ഇവരുടെ വാർദ്ധക്യ പെൻഷൻ പോലും ലഭിക്കുന്നില്ല എന്നാണ് പരാതി. കാസർഗോഡ് ഉപ്പള മണ്ണുംകുഴിയിലെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത പീടിക കെട്ടിടത്തിലെ ഒറ്റമുറിയിൽ കഴിയുകയാണ് 80 പിന്നിട്ട ആമിനോമ്മയും സഹായത്തിനുള്ള മകൾ ഫാത്തിമയുടെ 2 പെൺമക്കളും. കെട്ടിടത്തിന് പിന്നിൽ നിർമ്മിച്ച ചോർന്നൊലിക്കുന്ന ഷെഡിലാണ് അടുക്കള. ശുചിമുറി സൗകര്യമില്ല. സമീപത്തെ പള്ളിയിലെ ശുചിമുറിയാണ് ഇവർക്ക് ആശ്രയം. 500 രൂപയുണ്ടായിരുന്ന കെട്ടിട വാടക ഇപ്പോൾ ഉടമ വാങ്ങുന്നില്ല. ഇവരുടെ ദയനീയ സ്ഥിതി കണക്കിലെടുത്താണിത്. ലൈഫ് പദ്ധതിയിൽ പോലും മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് നിരാലംബിയായ ഈ വൃദ്ധയെ പരിഗണിച്ചില്ല. മരിക്കും മുമ്പ് ഒരു കൂര സ്വന്തമായി വേണം. അതാണ് ആമിനോമ്മയുടെ സ്വപ്നം. ഇവിടെ ഒന്നുമില്ല. അങ്ങനെ വാടക റൂമിലായിരുന്നു ഞാൻ മരിക്കുന്ന മുന്നേ. മഞ്ചേരി സ്വദേശിയായ ഭർത്താവ് മുഹമ്മദ് കോയ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. 5 മക്കളിൽ ഒരാൾ മരിച്ചു. മറ്റുള്ളവരും വാടക വീടുകളിലാണ് താമസം. ആർക്കും മെച്ചപ്പെട്ട ജീവിതമില്ല. മുമ്പ് ലഭിച്ചു വന്നിരുന്ന വാർദ്ധക്യകാല പെൻഷനും ഇപ്പോൾ മുടങ്ങി. പൈസ കിട്ടിയില്ല. മുന്നേ കിട്ടിക്കൊണ്ടല്ലോ. കഴിഞ്ഞ കൊല്ലത്തിൽ അടക്ക കൊടുത്തു, അന്നും കിട്ടിയില്ല. അതിന് മുന്നേ അതും കിട്ടിയില്ല. അതിന്റെ അടിയിൽ 2-3 കോടി ഇടയ്ക്ക് കിട്ടി. നാട്ടുകാരും ഇടയ്ക്ക് മക്കളും നൽകുന്ന സഹായങ്ങളാണ് ഏക ആശ്രയം. മുടങ്ങിപ്പോയ പെൻഷൻ തിരികെ കിട്ടുമെന്നും തലചായ്ക്കാൻ ഒരു വീട് മരിക്കും മുമ്പ് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ആമിന ഉമ്മ. കൈരളി ന്യൂസ്, കാസർഗോഡ്. മഹാപ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ദില്ലിയിൽ നിന്നൊരു കൈത്താങ്ങ്. ദില്ലി മലയാളികളും ഉത്തരേന്ത്യക്കാരും ഉൾപ്പെട്ട സ്വകാര്യ സംഘടന ഇന്ത്യ ഇൻക് ഫോർ കേരളയാണ് എറണാകുളത്ത് വീട് നഷ്ടപ്പെട്ട 17 കുടുംബങ്ങൾക്ക് പുത്തൻ വീട് നിർമ്മിച്ചു നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിൽ ഉൾപ്പെട്ടവർക്കാണ് സംഘടന വീടുകൾ കൈമാറിയത്. കഴിഞ്ഞ വർഷമുണ്ടായ മഹാപ്രളയത്തിൽ സർവ്വവും നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന ഇന്ത്യ ഇൻക് ഫോർ കേരളയുടെ ആഗ്രഹമാണ് 17 വീടുകൾ നിർമ്മിച്ചു നൽകിയതിലൂടെ യാഥാർത്ഥ്യമായത്. പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യക്കാർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സംഘടന സംസ്ഥാന സർക്കാരിനെ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. തുടർന്ന് എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസിൽ നിന്ന് ഇവർക്ക് ലഭിച്ചു.
നാട്ടിലെ തൊഴിലാളികളെ ഉപയോഗിച്ച് തന്നെ അതിവേഗം 17 വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കാനായെന്ന് സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗം കവിതാ നാരായണൻ പറഞ്ഞു. ഞങ്ങൾ ഇനീഷ്യൽ പ്രോജക്റ്റിൽ ഒരു 50 വീടുകൾ വരെ ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ വീടുകൾ ഇപ്പോൾ കുറെ വേറെ ഡോണേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഫേസിൽ നമുക്ക് ഏത് വീടുകളാണ് വരേണ്ടതെന്നുള്ളത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് എങ്ങനെ തരം വീട് വേണോ, എങ്ങനത്തെ വീടുകൾ, എങ്ങനത്തെ റൂം, ലാസ്റ്റ് മിനിറ്റ് വരെ അവരുടെ ഡീറ്റെയിൽ ഞങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ വീടുകൾ പണിഞ്ഞത്. പുത്തൻവേലിക്കരയിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാന ചടങ്ങ് നടന്നത്. വീട് ലഭിച്ചതിലുള്ള സന്തോഷം കുടുംബങ്ങൾ പങ്കുവച്ചു. മഴ പെയ്താൽ ചോരാത്ത ഒരു അടച്ചുറപ്പുള്ള ഒരു ചെറിയ വീടാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് സഫലീകരിച്ചു തന്ന സംഘടനാ പ്രവർത്തകർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പുതിയ വീട് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. വീടുകൾക്ക് പുറമെ പുത്തൻവേലിക്കരയിലെ സർക്കാർ സ്കൂളിന്റെ തകർന്ന മതിലും സംഘടന പുനർനിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി. കൊല്ലത്ത് മത്സ്യബന്ധന ബോട്ടും എഞ്ചിനും ഡീസൽ ടാങ്കുകളും കടത്തി. തീവ്രവാദ പ്രവർത്തനത്തിനാണോ ബോട്ട് കടത്തിയതെന്ന സംശയം പോലീസും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷണം ആരംഭിച്ചു. കൊല്ലത്ത് നിന്ന് രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, പരിശോധനകൾ തുടരുകയാണോ? ഏതെങ്കിലും തരത്തിലുള്ള തുമ്പുകൾ ലഭ്യമായോ? കൊല്ലത്ത് നിന്നാണ് മത്സ്യബന്ധന ബോട്ടും എഞ്ചിനും ഡീസൽ ടാങ്കുകളും കടത്തിയത്. തീവ്രവാദ പ്രവർത്തനത്തിനാണോ എന്ന സംശയമാണ് ഇത് സംബന്ധിച്ച് ദുരൂഹതയായി ഉയരുന്നത്. പോലീസും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഇത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങി. രാജ്കുമാർ, മനുഷ്യക്കടത്താണോ തീവ്രവാദ ബന്ധമാണോ ഇതിന് പിന്നിലെന്നുള്ള സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള തുമ്പുകൾ ലഭ്യമായിട്ടുണ്ടോ? ആരാണ് ഇത് കടത്തിയത് എന്നത് സംബന്ധിച്ച്? ഇതുവരെ അത് സംബന്ധിച്ച് ഒരു വിവരവും ലഭ്യമായിട്ടില്ല. ഇതിന്റെ ഈ ഭാഗത്തേക്ക് വരുന്ന വിവിധ സ്ഥലങ്ങളിൽ CCTV ക്യാമറകളുണ്ട്. ഇപ്പോൾ അതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ഇതിൽ പലരും സ്ഥാപനങ്ങൾ അടച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ഓണക്കാലത്ത് അടച്ചതാണ്, പിന്നീട് തുറന്നിട്ടില്ല. അപ്പൊ അത് തുറന്നാൽ മാത്രമേ അത്തരം ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ സമയം, അതായത് 12 മണി 2 മണിക്കും ഇടയിലാണ് സംഭവം നടന്നു എന്ന് കരുതുന്നത്. സ്വാഭാവികമായും ആ സമയത്ത് റോഡുകളിലൂടെ കടന്നുപോയിട്ടുള്ള വാഹനങ്ങളുടെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഒരുപക്ഷെ ഈ സംഘം ഇത് പുറത്ത് വളരെ നേരത്തെ തന്നെ വൈകിട്ടോടുകൂടി തന്നെ ഇതിവിടെ ക്യാമ്പ് ചെയ്തിരിക്കാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് അത്തരം വിവരങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് കണ്ടെത്തുക, ഇവരെ ട്രേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. കടൽ മാർഗം ഇവർ കൊണ്ടുപോയത് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഇല്ല. ഇനി അതിപ്പോ കോസ്റ്റ് ഗാർഡും നേവിയും ഉൾപ്പെടെയുള്ളവർ അവരുടെ ഇതുവഴിയുള്ള പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഹെലികോപ്റ്ററിന്റെ കൂടി സേവനം തേടുമെന്ന് കോസ്റ്റ് ഗാർഡ് അധികൃതർ അറിയിച്ചു. ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് അവരെ കോസ്റ്റ് ഗാർഡിനെയും നേവി ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫിഷറീസ്, എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ കേരള പോലീസിന്റെ സംവിധാനം മുഴുവനും വളരെ സജീവമായി തന്നെ ഇതിന്റെ അന്വേഷണത്തിന്റെ പുറകിലുണ്ട്. ശക്തികുളങ്ങര പോലീസാണ് ഇപ്പോൾ ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ കേസെടുത്തിട്ടില്ല. ഇപ്പോൾ കേസെടുത്തിയുള്ള മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇവരുടെ സ്ഥലത്തെത്തി പോലീസ് ഇതിന്റെ മാസ്റ്ററും മറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു ബോട്ട്, അതുപോലെ തന്നെ ഏതാണ്ട് 11ഓളം ഇതിന് ഇന്ധന ടാങ്കുകൾ, മണ്ണെണ്ണയുടെയും പെട്രോളിന്റെയും ടാങ്കുകളാണ് ഇപ്പോൾ കടത്തിയിരിക്കുന്നത്. കേരളം വിടാൻ ഇത് എടുത്തിരിക്കുന്ന സംഘത്തിന് കേരളം വിട്ട് മറ്റൊരു മേഖലയിലേക്ക് കടക്കുന്നതിന് ഇതുവഴി സാധിക്കും. തുടരെ ഒരു 27 മണിക്കൂറോളം സഞ്ചരിക്കാനും ഇപ്പോഴുള്ള ഇന്ധനം ഉപയോഗിച്ച് സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ. ഇനി മറ്റേതെങ്കിലും തീരദേശത്തിറങ്ങി ഇവർ കൂടുതൽ എണ്ണ ശേഖരിക്കുന്നുണ്ടോ, മറ്റേതെങ്കിലും സംഘം ഇവർക്കൊപ്പം ചേരുന്നുണ്ടോ, അങ്ങനെ പല സംശയങ്ങളാണ് ഉടലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള തീരത്ത് ജാഗ്രത പാലിക്കുന്നു. കന്യാകുമാരി, രാമേശ്വരം ഉൾപ്പെടെയുള്ള കേരള തീരത്തെ അവിടുത്തെ പോലീസുമായും ക്യൂബ്രാഞ്ചുമായും കേരള പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെയും ഇതിന്റെ അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. റോ ഉൾപ്പെടെയുള്ള കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഇതിന് പിന്നിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മുമ്പും ശക്തികുളങ്ങര കേന്ദ്രീകരിച്ച മനുഷ്യക്കടത്തിന്റെ നിരവധി കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊരു വലിയ മത്സ്യബന്ധന ബോട്ട് തന്നെ ശക്തികുളങ്ങര തീരത്ത് തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് മനുഷ്യക്കടത്തിന്റെ ഒരു സാധ്യത പോലീസ് തള്ളിക്കളയാത്തത്. ഇനി ഏതെങ്കിലും വിധ്വംസ പ്രവർത്തനങ്ങൾക്ക്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണോ ഈ ബോട്ട് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്, ഏതെങ്കിലും മറ്റേതെങ്കിലും തീരത്ത് പോയി ആക്രമണം നടത്താനാണോ, അതോ ഇത് ഏത് സാധാരണ ഒരു മോഷണ സംഘം തന്നെയാണോ, അങ്ങനെ പല സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. വ്യക്തമാണ്. രാജ്കുമാറാണ് വിശദമായ വിവരങ്ങൾ കൊല്ലത്ത് നിന്ന് നൽകിയത്. ഗോപു നന്ദലത്ത് ഗ്രൂപ്പ് നന്ദലത്ത് ജിമാർട്ട് ബമ്പർ ഓഫറിലെ രണ്ടാമത്തെ കാറിന്റെ നറുക്കെടുപ്പ് ഇന്ന് വൈകിട്ട് നടക്കും. നന്ദലത്ത് ജിമാർട്ടിന്റെ കല്ലൂർ ഷോപ്പിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടക്കുക. കൊച്ചിൻ കോർപ്പറേഷൻ മേയർ സൗമിനി ജെയിൻ നറുക്കെടുപ്പ് നിർവഹിക്കും. 10 ഡാറ്റ്സൺ റെഡിഗോ കാറുകളാണ് ഗോപു നന്ദലത്ത് ഗ്രൂപ്പ് നന്ദലത്ത് ജിമാർട്ട് ഉപഭോക്താക്കൾക്കായി നൽകുന്നത്.
LDF സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ മണ്ഡല പര്യടന പരിപാടികൾ പുരോഗമിക്കുന്നു. രാവിലെ പനക്കപ്പാലത്ത് മന്ത്രി MM മണി വാഹന പര്യടനം ഉദ്ഘാടനം ചെയ്തു. വോട്ടർമാരിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നതായും വിജയം ഉറപ്പെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. LDF സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന്റെ വലിയ ആനുകൂല്യത്തോടു കൂടി തന്നെയാണ് ആ പ്രചരണ രംഗത്ത് മാണി സി കാപ്പൻ സജീവമായി നിൽക്കുന്നത്. ഇപ്പോൾ തുറന്ന വാഹനത്തിനുള്ള പര്യടനം പുരോഗമിക്കുന്നു. ഇപ്പോൾ പര്യടനത്തിനിടെ മാണി സി കാപ്പൻ നമ്മോട് ചേരുകയാണ്. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയുണ്ട്? ട്രെൻഡ് മാറ്റമുണ്ടോ? എത്രമാത്രം പ്രതീക്ഷയാണ്? ആദ്യം വിജയിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയായി. എന്ത് സാഹചര്യമാണ് അനുകൂലമായി എന്ന് തോന്നുന്നത്? ഏറ്റവും അനുകൂലമായ സാഹചര്യം ശ്രീ KM മാണി സാറിനെ പ്രബലമായ ഒരു സ്ഥാനാർത്ഥി എതിരില്ല എന്നത് തന്നെ. രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടുത്തെ ജനങ്ങൾ മുമ്പും എന്നെ പിന്തുണച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 4700 വോട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ഘട്ടം ഘട്ടമായി ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പൊ അന്ന് പ്രചരണ രംഗത്ത് ഇറങ്ങിയിൽ നിന്നും എന്ത് പോസിറ്റീവായ മനോഭാവമാണ് വോട്ടർമാർക്കിടയിൽ നിന്ന് സ്ഥാനാർത്ഥിക്ക് കാണാൻ കഴിയുക? ഭൂരിപക്ഷ വോട്ടർമാരെ നേരിൽ കണ്ടതിൽ അവര് പറയുന്നത് ഇത്തവണ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. അപ്പൊ ഇത് മുമ്പ് വോട്ട് ചെയ്തിട്ടില്ലെന്നില്ല. അത് തന്നെ എന്തൊക്കെയാണ് പ്രധാനമായി അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മുദ്രാവാക്യമായി ഉയർന്നു വരുന്നത്? എന്തൊക്കെയാണ് പ്രചരണ രംഗത്ത് സജീവമായിട്ടുള്ളത്? പാലായെ സംബന്ധിച്ച് ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് ഉപകാരപ്രദമായ 2 സൊസൈറ്റികൾ ഉണ്ടായിരുന്നു. ഒന്ന് എന്റെ പിതാവ് ചെറിയാൻ ജേക്കാപ്പനും ഒന്ന് മുൻ ഗവർണർ ശ്രീ KM ചാണ്ടി സാറും രൂപം കൊടുത്ത സൊസൈറ്റികളായിരുന്നു. അത് കോടിക്കണക്കിന് രൂപയുടെ അസറ്റ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ജോലിക്കാർക്ക് 240 ജോലിക്കാർ അവിടെ ജോലി ചെയ്തിരുന്നു. ഇന്ന് അവർക്ക് തൊഴിലില്ല. കർഷകർക്ക് കൊടുക്കാനുള്ള റബ്ബർ പാലിന്റെയും ഡെപ്പോസിറ്റിന്റെയും പണം കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. അത് രണ്ടും കൂട്ടിക്കിടക്കാൻ ആ ഫാക്ടറികൾ ആദ്യം തുറന്ന് പ്രവർത്തിച്ചിരിക്കും. അതൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പാലിച്ചിരിക്കും. ഇനിയുള്ള 3-4 ദിവസം തുറന്ന വാഹനത്തിലുള്ള പ്രചരണമാണല്ലോ. അത് എന്ന് അവസാനിക്കുക? എങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാനിങ്? 18-ാം തീയതി വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിൽ എത്തുകയാണ്. അപ്പോൾ കൂടുതൽ സജീവമായും പ്രചരണ രംഗം എന്ന് പ്രതീക്ഷിക്കുന്നു. 18, 19, 20 തീയതികളിൽ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. മുഖ്യമന്ത്രിയുടെ വരവോടെ പ്രചരണം ഊർജിതമാവും. 20-ാം തീയതി ഞങ്ങൾ സമാപന സമ്മേളനം നടത്തുകയാണ്. വലിയ പ്രതീക്ഷയിലാണ്. മുൻ തെരഞ്ഞെടുപ്പുകളെയൊക്കെ അപേക്ഷിച്ച് വലിയ പ്രതീക്ഷ ഇടത് ക്യാമ്പിനുണ്ട് എന്ന് പറയാം. തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പ്. 4ാമത് തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന മാണി സി കാപ്പന്റെ വ്യക്തിപ്രഭാവം, ഒപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന ചലനങ്ങൾ, അതിനൊപ്പം തന്നെ UDF-ലെ അസ്വാരസ്യങ്ങൾ എല്ലാം ഗുണകരമാകുമെന്ന് സ്ഥാനാർത്ഥിയും LDF കേന്ദ്രങ്ങളും കണക്കുകൂട്ടുന്നു. മാണി സി കാപ്പന്റെ പര്യടന വാഹനത്തിൽ നിന്നും ക്യാമറമാൻ ദിലീപ് കാവുപുരയ്ക്കൊപ്പം സാലി മുഹമ്മദ്.